മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 2/10/1980 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂയമാണ് നക്ഷത്രം. പൂയം 1-ാം പാദം. മേടലഗ്നം. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ ചന്ദ്രൻ രാഹു. 5-ൽ ശുക്രൻ ഗുളികൻ. 6-ൽ സൂര്യൻ വ്യാഴം ശനി. 7-ൽ ബുധൻ കുജൻ. 8-9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ കേതു. 11-12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് രാഹു കേതുക്കൾക്ക് ഉള്ളിലായിട്ടാണ് പ്രബല ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഉള്ളത്. കാളസർപ്പയോഗം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു യോഗം തന്നെയാണത്. കാളസർപ്പയോഗമുണ്ട് എങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള മറ്റ് ഗ്രഹങ്ങളുടെ പൊസിഷൻസ് ഏതെങ്കിലും രീതിയിൽ ആ വ്യക്തിക്ക് ഉണ്ടാവണം. അല്ല എങ്കിൽ അത് സർവത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ വ്യക്തിയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ലഗ്നാൽ 4-ൽ ചന്ദ്രൻ രാഹു. വീടിൻ്റെ സ്ഥാനത്ത് രാഹു ചന്ദ്രൻ, മനസ്സിൻ്റെ മാതാവിൻ്റെ കാരക ഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ. അതിനോടൊത്ത് രാഹു നിൽക്കുന്നു. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. വീട് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ, തർക്കങ്ങൾ, വഴക്കുകൾ, അസ്വസ്ഥത, മനസ്സിനൊരു സ്വസ്ഥതയില്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ വളരെ കൂടുതലാണ്. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ചന്ദ്രനോടൊത്ത് രാഹു, കേതു, ശനി, ഗുളികൻ. ഇത്രയും അവസ്ഥകൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് നേരിട്ടോ അല്ലാതെയോ നിൽക്കുന്നത് ഒട്ടും നല്ലതല്ല. ഇവിടെ വീടിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് രാഹു നിൽക്കുന്നത്. അവിടേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം എന്ന ഒരു കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ലഗ്നാൽ 5-ലൊക്കെ ഗുളികൻ നിൽക്കുന്നു. അതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മനസ്സിനെ തെറ്റായ കാര്യങ്ങളിലേക്ക് ചിന്തകളെ കൊണ്ടുപോവുകയും അതുവഴി മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ടെൻഷൻസ്, നമ്മൾ തന്നെ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു തരം മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും, ഒരു ലൂപ്പ് പോലെ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഗ്രഹനില എൻ്റെ അടുത്ത് വന്നിരുന്നത്. വിവാഹ സംബന്ധമായി ഡിവോഴ്സ് നടന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത്. ലഗ്നാൽ 7-ൽ ബുധൻ കുജൻ. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ, വിവാഹ കാരക ഗ്രഹവും ശുക്രൻ തന്നെ ഏതൊരാൾക്കും. 5-ൽ നിൽക്കുന്നു ശത്രു ക്ഷേത്രത്തിൽ, സൂര്യൻ്റെ ക്ഷേത്രത്തിൽ. ഗുളികനോടൊത്ത് നിൽക്കുന്നു. നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. 7-ൽ തന്നെ ശത്രുക്കളുടെ സാന്നിധ്യം വന്നു. ബുധൻ കുജൻ. 7-ാം ഭാവാധിപൻ ശത്രുക്ഷേത്രത്തിൽ ഗുളികനോടൊത്ത് നിൽക്കുന്നു. വിവാഹം, ഡിവോഴ്സിലെത്താൻ സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ്. ഇതിന് എല്ലാ ആളുകൾക്കും, ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഡിവോഴ്സ് സംഭവിക്കുമെന്നൊന്നും അതിനർത്ഥമില്ല. അതിൽ ചേർക്കേണ്ടുന്ന ഗ്രഹനിലകൾ ചേർക്കുന്ന ആളുകൾ രക്ഷപ്പെട്ടു പോകും. അല്പം ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും അത് നിലനിന്ന് പോകും. പക്ഷേ ഇവിടെ അത് ചേർക്കാൻ പറ്റാത്ത ഗ്രഹനില കൂടി എടുത്തു വെച്ചതോടുകൂടി അത് ചേരാതെ തന്നെ മുറിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വ്യാഴമാകട്ടെ നിൽക്കുന്നത് ലഗ്നാൽ 6-ലാണ്. ബുധൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനോടും ശനിയോടും ഒത്താണ്. അവിടേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയും വന്നു. അപ്പോൾ തത്വത്തിൽ വ്യാഴം ഇവിടെ നിസ്സഹായനാണ്. ഈ വിവാഹ സ്ഥാനത്തേക്കോ വിവാഹ സ്ഥാനത്തിൻ്റെ അധിപൻ നിൽക്കുന്നിടത്തേക്കോ ഒന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഒരു ആശ്വാസം ആയേനെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മാറിപ്പോകുന്ന ഒരുപാട്, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഡിവോഴ്സ് വരെ എത്തിയിട്ട് അത് കൃത്യമായിട്ടത് മാറിപ്പോയി. അവരിന്നും ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിതം നയിക്കുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7-ാം ഭാവാധിപനിലേക്ക് വന്നു. ഇതായിരുന്നു അതിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ ഇവിടെ ചേർക്കാൻ പറ്റുന്ന ഗ്രഹനിലകൾ എടുക്കുക എന്ന് പറയുന്നൊരു പോംവഴി മാത്രമാണ് ഉള്ളത്. ഈ ഗ്രഹനിലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രൈസിസ് എന്ന് വെച്ചാൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ തന്നെയും അതിനെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഓവർകം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഗ്രഹനിലയെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകും. എന്നാലും ഇവർക്കിടയിൽ ശത്രുത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം 7-ൽ നിൽക്കുന്നത് തന്നെ ശത്രുക്കളാണ്. കുജൻ, ബുധൻ മാരകത്വം ഇല്ലെങ്കിൽ പോലും അത്ര നല്ല ബന്ധത്തിലുള്ള ഗ്രഹങ്ങൾ അല്ല.
അവിടെയാണ് 7ാം ഭാവാധിപൻ വിവാഹകാരകൻ ശുക്രൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത്. അത് ഗുളികനോടൊത്ത് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ കൊടുക്കാൻ തക്ക ശേഷി ഈ ഒരു അവസ്ഥയ്ക്ക് ഉണ്ട്. അവിടെയാണ് ഈ കാളസർപ്പയോഗവും അതിൻ്റെ മാക്സിമം മോശം ഈ വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നത്. കാര്യം കാളസർപ്പയോഗത്തെ വെട്ടാൻ തക്ക ശേഷിയുള്ള മറ്റ് ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഒന്നും തന്നെ ഈ ഗ്രഹനിലയിലില്ല. വ്യാഴം 6ൽ നിൽക്കുന്നു, ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് എന്നൊക്കെ പറയുന്നത് ശക്തമായിട്ടുള്ള രക്ഷാകവചം തീർക്കുന്നതിന് വ്യാഴത്തിന് പരിമിതികളുണ്ട് എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഈ ലഗ്നാൽ 5ലൊക്കെ ഗുളികൻ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി തന്നെ കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ വർഷാവർഷം ചെയ്തു തന്നെ പോകേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ലഗ്നാൽ 5ൽ ഗുളികൻ മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്ത് ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷൻസ്, ഒരു സ്വസ്ഥതയില്ലായ്മ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അവിടെയാണ് മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ ഗുളികനോടൊത്ത്, രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത്. അപ്പം മനസ്സ് പൂർണ്ണമായിട്ടും ഒരു തരത്തിലല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ചിന്തിക്കുന്നതെല്ലാം തെറ്റുന്ന അവസ്ഥ, ചെന്ന് ചാടുന്നെല്ലാം അബദ്ധങ്ങളാവുന്ന അവസ്ഥ, ശരിയാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന പല കാര്യങ്ങളും വലിയ വലിയ അബദ്ധങ്ങളായിട്ട് അവനവൻ്റെ ജീവിതത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയ കൈപ്പേറിയ ഒരു ജീവിതത്തിൻ്റെ വശം തന്നെയാണത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിൽ ഉള്ള ഒരു ഗ്രഹനിലയാണ്. പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും വീടിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടും മാതാവ് സംബന്ധമായിട്ടുള്ള അവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത്. ലഗ്നാൽ 10ലാണ് കേതു നിൽക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാളസർപ്പയോഗമുള്ള ഒരു ഗ്രഹനിലയെ സംബന്ധിച്ച് ലഗ്നാൽ 10ലൊക്കെ കേതു നിന്ന് കഴിഞ്ഞാൽ രാഹുവിൻ്റെ സ്വാഭാവികം, അത് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷമുള്ള രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി 10ലേക്ക് വരും. കേതു നിൽക്കുന്നിടത്തേക്ക് ശക്തമായ ആക്രമണങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് വർഗ്ഗശത്രുവായിട്ടുള്ള സൂര്യനോടൊത്ത് 6ൽ ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ എന്നും മനസ്സിലാക്കുക. കൃത്യമായിട്ട് നേരത്തെ കൂട്ടി തന്നെ വേണ്ടുന്ന പരിഹാരങ്ങൾ എടുക്കേണ്ടുന്ന രീതിയിൽ ചിട്ടവട്ടത്തോടു കൂടി എടുത്ത് പോകേണ്ടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് 100%. അല്ലാത്ത പക്ഷം പിടിച്ചു നിൽക്കുക കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശനി ദശയിലാണ് ജനനം 99 വരെ ശനി, അതിനുശേഷം ബുധൻ 2016 വരെ, അതിനുശേഷം കേതു 2023 വരെ, ശേഷം ശുക്രൻ ഗുളികനോടൊത്ത് നിൽക്കുന്ന ശുക്രൻ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദശ തന്നെയാണ്. 2043 വരെയാണ് ശുക്രദശയുടെ കാലാവധി. അതിനുശേഷം സൂര്യൻ 2049 വരെ, ശേഷം ചന്ദ്രൻ 10 കൊല്ലം 2059 വരെ, ശേഷം ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ നടക്കുന്നത്. അതിൽ തന്നെ ശുക്രനായിരുന്നു 2026 മെയ് 10-ാം തീയതി വരെ. അതിനുശേഷം ശുക്രനിൽ സൂര്യനാണ്. ഗുളികനോടൊത്ത് നിൽക്കുന്ന ശുക്രനും ഗുളികൻ്റെ ദൃഷ്ടിയിൽ ശത്രുവായ ശനിയോടൊത്ത് നിൽക്കുന്ന രവിയും സൂര്യൻ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഈ ശുക്രൻ സൂര്യൻ തന്നെ ശത്രുക്കളാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ്, സൂര്യനാവട്ടെ നിൽക്കുന്നത് ശനിയോടൊത്താണ്. ഇതൊന്നും നല്ലതല്ല. അവിടേക്കെല്ലാം ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നതിനൊക്കെ സാധ്യതകൾ കൂടിയ ഒരു സമയമാണ്. നേരത്തെ കൂട്ടിയൊക്കെ പരിഹാരം ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആശ്വാസം അല്ലെങ്കിൽ ഒരു 25-30% ഗുണപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്തതുമില്ല, അറിഞ്ഞതുമില്ല. പോകുന്ന പോക്കിൽ പോവുകയും ചെയ്തു, അത് ഡിവോഴ്സിലെത്തുകയും ചെയ്തു. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.